നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തീയതി ഉടൻ പ്രഖ്യാപിക്കും. ഇതിനു മുന്നോടിയായി നിലവിൽ പല കാരണങ്ങളാൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയവരുടെ ക്ഷേമ പെൻഷൻ പുനരാരംഭിക്കാൻ സർക്കാർ ഒരുങ്ങിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിയ ഗുണഭോക്താക്കളെ കണ്ടെത്തി വാർഡ് മെമ്പർ വഴിയോ കൗൺസിലർ വഴിയോ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ വഴിയോ വാർഡ് തല ഗ്രൂപ്പ് വഴിയോ ഫോൺ സന്ദേശം വഴിയോ അല്ലെങ്കിൽ ഫോൺ കോളിംഗ് വഴിയോ ഗുണഭോക്താക്കളെ കണ്ടെത്തി അറിയിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും സേവന വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ നൽകി ഏതെങ്കിലും അനുബന്ധ രേഖകൾ സമർപ്പിക്കണോ എന്ന് പരിശോധിക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പ്, രാജ്യത്ത് പാൻ കാർഡ് ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. രാജ്യത്ത് പാൻ കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇനി മുതൽ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യുക. പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്താൽ മാത്രമേ വരും ദിവസങ്ങളിൽ പണമിടപാടുകൾ നടത്താൻ സാധിക്കുകയുള്ളെന്ന് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഒട്ടനവധി ഗുണഭോക്താക്കൾ ഓൾറെഡി പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളെ ഫോൺ വഴിയും SMS വഴിയും അറിയിച്ചു വരുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പറും പാൻ കാർഡ് നമ്പറും നൽകിയാൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാന അറിയിപ്പ് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വ്യാജ SMS-കളും ഇമെയിലുകളും വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇൻകം ടാക്സ് പേ എമൗണ്ട് റീഫണ്ട് ചെയ്യാമെന്നും പറഞ്ഞ് പലതരത്തിലുള്ള ലിങ്കുകളും പേഴ്സണൽ ഡീറ്റെയിൽസും ആവശ്യപ്പെട്ടാണ് മെയിലും SMS-ഉം വരുന്നത്. ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടോ ലിങ്കുകൾ അയച്ചുകൊണ്ടോ യാതൊരുവിധ മെയിലോ SMS-ഓ വരികയില്ലെന്നും ഇൻകം ടാക്സ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളിലോ ഫോൺ കോളിലോ അകപ്പെട്ടു പോകരുതെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്നും ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് APL വിഭാഗ റേഷൻ കാർഡുകൾ BPL-ലേക്ക് മാറ്റുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 20 വൈകുന്നേരം 5 മണി വരെയാണ്. BPL വിഭാഗത്തിലേക്ക് മാറാൻ അർഹതപ്പെട്ട എല്ലാ APL വിഭാഗക്കാരും ഉടൻ തന്നെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ രേഖകൾ കയ്യിൽ വേണമെന്ന് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധാപൂർവം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇത്തരം ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്.